ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അടാട്ട്. സോളമൻ ഷോ, മിമിക്രി, ശബ്ദാനുകരണം, ശബ്ദം മാറ്റി പറയുക. അതായത് ഞാൻ മുന്നേ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ശബ്ദം ഒരു മനുഷ്യന് ഒരുപാട് കഴിവുകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാനത് പറഞ്ഞ് വളരെ ലാഗ് ചെയ്യണില്ല. ഇത് നമ്മുടെ കൂട്ടുകാരനാണ്. ആൾക്ക് പ്രത്യേക ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നുമില്ല. ആള് ചിലപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഒരു ചെറിയൊരു ഇതുമ്മലാണ് നിൽക്കണേ, എന്തോ ഗുരുവായിരിക്കുക, എവിടേക്കൊരു ഓട്ടത്തിന് പോയി മേടിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ചെറുത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേടിക്കാറുണ്ട്. അതൊരു രസമല്ല, ഒരു നൊസ്റ്റാൾജിയോ ഫീൽ ചെയ്യണ പോലെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഇതുപോലെ പൂയത്തിന് പോയപ്പോഴും അല്ലെങ്കിൽ രഥോത്സവത്തിന് പോയപ്പോഴും അവിടെ നമ്മൾ കണ്ടു മറന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഉപകരണം, ഈ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതൊക്കെ വരുന്നത്. പഴയ ഒരു ശബ്ദം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ അതിനോട് തോന്നുന്ന നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകത, അതുപോലത്തെ ഒരു ഐറ്റമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഇപ്പോൾ ജനറേഷനൊന്നും പറയണില്ല. അതായത് ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ സംഗതി. ചുണ്ടിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചുണ്ട്, ലിപ്പ് കിസ് എന്നൊക്കെ പറയണ പോലെ ഇതുകൊണ്ട് ലിപ്പ് കൊണ്ട് വേണം ഇത് കിസ് ചെയ്യാൻ, എന്നാലാണ് ആ ശബ്ദം കിട്ടുള്ളൂ. പണ്ടത്തെ ഓർഗണൊക്കെ ആയിട്ട് വരും, 100 രൂപ കൊടുക്കണം എങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ശബ്ദം വരും. നമ്മളിപ്പോ കണ്ടില്ലേ, ഇതെന്താ നോക്കുമ്പോ ഒരു 4-5 ഓട്ടം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ഉപകരണമായിട്ട് എനിക്ക് തോന്നിച്ചു. ഇതിൻ്റെ ഒരു ഓർഗൺ പണ്ടത്തെ. പിന്നെയുള്ള നമ്മള് ഒരുപാട് പിയാനോ, ഓർഗൺ, മറ്റുള്ള ഡിസ്ട്രമിനേഷൻ, ഹോട്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അതിനൊക്കെ മുന്നേ പണ്ട് ഉള്ള ഒരു ഐറ്റമാണ് ഇത്. ഞാനൊന്നും അങ്ങനെ കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല, പക്ഷെ വലിയ വീട്ടിലത്തെ പിള്ളേരൊക്കെ ഇതുപോലത്തെ ഉപയോഗിച്ച് നടക്കണ കാണാറുണ്ട്. ഹാർമോണിയം, അങ്ങനെ എന്തൊക്കെയോ പേരുകൾ പറയാന്ന്. അപ്പൊ ഇതിപ്പോ കാണിച്ചെന്ന് വേറൊന്നല്ല, ഒരു ശബ്ദം. ഇപ്പൊ നമ്മള് പുല്ലാങ്കുഴല്, അത് വെറുതെ നമ്മൾ ഒരു മുളയുടെ ഒരു കമ്പ് വെട്ടി അതിന് ചില സുഷിരങ്ങൾ ഉണ്ടാക്കി അതിൽ കൂടി ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു കാര്യമല്ല. ഫ്ലൂട്ടിസ്റ്റ് എന്ന് പറയാം. നമ്മൾ സാധാരണ പറഞ്ഞ പോലെ ഫ്ലൂട്ട്, ആളൊരു ഫ്ലൂട്ടാന്ന് പറഞ്ഞ പോലെ ഫ്ലൂട്ട് വായിക്കുന്ന ഒരാള് എന്നതിനർത്ഥമുള്ളൂ, അല്ലാണ്ട് ഇപ്പൊ വേറെ ഒന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു സാധനം. ചിലപ്പോൾ നിങ്ങൾ കണ്ട ഒരു റബ്ബറിന്റെ ഒരു ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് തന്നെ വരും. ബൂമാറാങ്ക് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമ്മളിലേക്ക് തന്നെ വരും. ഇതൊരു ബോട്ടിലിന്റെ ആണ്. ഇങ്ങനെ ചെറിയ ചെറിയ പൈസകളെ ഇപ്പൊ നമ്മളൊരു 50 രൂപ 30 രൂപ എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു വന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ചെറിയ ഇതിൽ നമുക്ക് ഒരുപാട് നല്ല ശബ്ദവിന്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചെറുപ്പത്തിലൊക്കെ വെറുതെ ഇങ്ങനെ നമ്മുടെ എന്താ പറയാ ഈ പെയിന്റിന്റെ ടിന്നൊക്കെ വെച്ചിട്ട് അതുമ്പോൾ കൊട്ടാരമൊക്കെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഡ്രമ്മൊക്കെ വായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കലാപരമായിട്ട് എവിടെ ഉണ്ടെങ്കിലും ചണ്ടപ്പുറത്ത് കോല് വെക്കുന്നിടത്തൊക്കെ ഞാൻ എത്താറുണ്ട്. അത് വീട്ടുകാർ പറയാറുണ്ട്, നീ ചണ്ടപ്പുറത്ത് കോല് വെക്കുന്നിടത്തൊക്കെ നടന്നോട്ടാന്ന് പറയും. അത് ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കാനല്ല പറഞ്ഞ്, അത് നമുക്കതിനോട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പോണോണ്ട് വിരോധമില്ല. എൻ്റെ സന്ദർഭമൊക്കെ ഈ ലാവളിച്ചത്ത് കോഴിനെ അഴിച്ചിട്ട പോലെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാത്തൊരു പരിപാടിന്. അതിനുള്ള സൗകര്യം സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പോവാതിരിക്കണം നന്നാവുക.
അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ യൂട്യൂബിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണെങ്കിൽ ഈ പ്രോഗ്രാം കാണുകയും ചെയ്യാം. തലാട്ടിൽ നിർത്തി എന്തെങ്കിലും ഒരു പണി കൊടുത്തില്ലേ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തലാട്ടിക്കൊണ്ടിരിക്കും, അത് കാണുമ്പോൾ രസമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ചെയ്യണതിന് അഭിനന്ദിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഞാൻ മാത്രമാണ് വലിയ സംഭവം, ഞാനാണ് കുറെ ശബ്ദങ്ങൾ എടുക്കണ ആള്, ഞാൻ സോളമനടാട്ട്, നീ ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പാടില്ല, നീ ഭയങ്കര നീ വലിയ സംഭവമായിട്ട് ഇങ്ങനെ ഈ പീഡിയ തിണ്ണയിലിരിക്കാൻ പാടില്ല, ചായക്കടയിലിരിക്കാൻ പാടില്ല എന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾ എന്നോട് പറയും. അത് എന്നോടുള്ള ഒരു സന്തോഷത്തെ ഒരു ഇഷ്ടം കൊണ്ട് പറയണതാണ്. സോളമ നീ ഇങ്ങനെ ഈ വറ്റിച്ചാലിരിക്കാൻ പാടില്ല. അപ്പോൾ ഈ നമ്മൾ ഈ മണിയൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഈ ചില ശബ്ദങ്ങളും ചില മാനറിസങ്ങളൊക്കെ മനസ്സിലാക്കണത് ഈ താഴേക്കടയിലുള്ള ആളുകളെ കാണുമ്പോഴാണ്. ഇപ്പോൾ അവര് ഈ രഞ്ജിത്ത് അതുപോലെയുള്ള ഇവരൊക്കെ പറഞ്ഞേക്കാം. അതായത് ചായക്കടകള് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർക്ക് ഓരോ ത്രെഡുകൾ കിട്ടുക. നമ്മൾ ഇന്നൊരു സാധനം ചെയ്യണം, ഇപ്പൊ ഒരു സിനിമ, ഇപ്പൊ ഒരു ചായക്കട. അപ്പൊ ഞാനൊക്കെ ആദ്യം ഓഡിയേഷനൊക്കെ പോകുമ്പോൾ അവർ പറയാ ഒരു ചായക്കട നിങ്ങൾ പെട്ടെന്ന് അത് ചെയ്യൂന്ന് പറയും. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡ്രാമ സ്കൂളിൽ നിന്നൊക്കെ ഇപ്പൊ നാടകത്തിനൊക്കെ എന്നെ കൊണ്ടുപോകുമ്പോൾ അല്ലെ ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരന്മാർ കുറച്ച് പേരുണ്ട് അവിടെ. സുർജിത്ത്, ഹട്ടാമല നാടിനപ്പുറം ചെയ്തിട്ടുള്ള സുർജിത്ത്, ഇവരൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാരാണ്. പിന്നും നാടക അക്കാദമിയിൽ അല്ലെങ്കിൽ സംഗീത നാടക അക്കാദമി ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവരെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ ചിന്തയിലാണ് അവർ നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് പറയണ ഇപ്പോൾ ഒരാള് നിനക്ക് ഒരു 2 ശബ്ദം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സവാളഗിരി എന്നൊക്കെ പറയും. ഇങ്ങനെ സവാളഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവില്ല. അപ്പൊ അതിന്റെ കൂടെ ആ ശബ്ദം കൂടി വരണം പെട്ടെന്ന്. നമുക്ക് നാണം പാടില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വലിയ കുഴപ്പമില്ല. ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ എന്നിട്ട് ടിസ്റ്റ് അടിക്കുന്ന ആ രംഗങ്ങളൊക്കെ കാണാറുണ്ട്. അത് കണ്ടപ്പോഴാണ് പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ, അതായത് എത്രയും പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാം, അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയാൻ കാരണം ഈ ശബ്ദം ദിലീപ് എന്ന നടനെ അദ്ദേഹത്തിന്റെ ഒരു 2-3 ശബ്ദങ്ങൾ എടുത്തിട്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഒരു വലിയ നടനാണ്, പല വിഷയങ്ങളിലും പെട്ടുവെന്നുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മള് മറ്റുള്ളവരെ ജീവിച്ചിരിക്കുമ്പോൾ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വിഷയങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു അതുല്യ നടൻ തന്നെയാണ്. അതായത് അദ്ദേഹത്തിന്റെ ആരാധനയിൽ നമുക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് അത്രയ്ക്കും താഴ്ന്ന് വന്നിട്ടുള്ള ഒരാളാണ്. ആൾക്ക് പല സ്ഥലത്തും എത്താൻ പറ്റി, പല വിഷയങ്ങളിൽ ഇടപെട്ടു എന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ ദിലീപ് എന്ന നടൻ എന്തുണ്ടായി, എന്തൊക്കെയാണ് സംഭവിച്ചത്, അതിലുപരി അദ്ദേഹം വലിയൊരു കലാകാരനാണ്. അത് സിനിമകളൊക്കെ എല്ലാം വിജയിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷെ വലിയ നല്ലൊരു നടനാണ്, നല്ലൊരു കലാകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചാന്തുപുട്ട് എന്ന സിനിമ ഞാൻ വിചാരിച്ചത് എന്ന അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചൊരു സിനിമയായിരുന്നത്. കാരണം ചാന്തുപുട്ടിലെ അദ്ദേഹം ശബ്ദം മാറ്റി പറയുക മാത്രമല്ല, ഇപ്പൊ കലാഭവൻ മണിയൊക്കെ ചെയ്ത പോലെ അന്നൊക്കെ മിമിക്രി ആർട്ടിസ്റ്റുകളെ ആ ഒരു തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോ കലാഭവൻ മണി, ഏതോ ഒരു വാസന്തി ലക്ഷ്മി, അങ്ങനെ ഒരു പടത്തില് ഇപ്പൊ ഞാൻ ഈ താമരയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ആൾക്കാർ എന്നോട് പറയാറുണ്ടത് വാസന്തി ലക്ഷ്മിയുടെ ശബ്ദം എടുക്കുമെന്നൊക്കെ പറയും. ഞാനത് ഇടയ്ക്ക് എടുക്കാറുണ്ട് പറ്റാവുന്ന തരത്തില്. അപ്പോൾ ദിലീപ് ഈ മണി തലയിട്ട് വീണു, അതായത് അവാർഡ് കിട്ടിയില്ല, എന്നിട്ട് അതിനനുസരിച്ച് ആൾ കാസറ്റ് ഉണ്ടാക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എല്ലാ കാലഘട്ടത്തും മിമിക്രി ആർട്ടിസ്റ്റുകളെ തഴയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോ ആ കൂടുതൽ വിഷയത്തിലേക്ക് ഞാൻ കിടക്കണില്ല, ഇതൊരു പ്രസംഗമായിട്ട് മാറണം ഇപ്പോ. അപ്പൊ ഒരു പ്രസംഗമല്ല, ഇപ്പൊ ഒരു അദ്ദേഹത്തിന്റെ 2-3 ശബ്ദം എടുത്തിട്ട് ഞാൻ നിർത്തുകയാണ്. ചാന്തുപുട്ട് എന്ന സിനിമയിൽ ഈശ്വരന്മാരെ കഷ്ടം കേട്ടോ. അതെ, അമ്മയും പൊക്കോളൂ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും താമസിച്ചോലാം ഈശ്വരന്മാരെ എന്ന് പറയും. അതെ, സൂസിയും കടയിൽ പൊക്കോളൂ,
ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ താമസിച്ചോളാം. കയ്യൊക്കെ കൂടെ വെച്ചിട്ട് ആ ഒരു എൻ്റെ അമ്മേരെ പോലത്തെ ഡ്രസ്സൊക്കെയാണ് അവർ. അമ്മ ഒരു മുണ്ടും ചട്ടയ്ക്കും കൊടുക്കാറ്, വെള്ളം വെള്ളി. അപ്പോൾ ശരിക്കും ദിലീപിനെ കാണുമ്പോൾ ഈ പണ്ട് ഈ മുണ്ടും ചട്ടയും എടുക്കുന്നവരൊക്കെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ഒന്നല്ല, അങ്ങനെയുള്ളവരെ നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. അതിന് കുറച്ച് പണീൻ്റെ ഞൊറിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മറ്റേതാകുമ്പോൾ ഒരു എന്താ പറയുക, നൈറ്റിൽ മാത്രമല്ല നൈറ്റ് ഇടുക, ഡയലിടും നൈറ്റി എന്ന പേര്. അപ്പം എന്താ വെച്ചാൽ ഞാൻ നൈറ്റ് അവിടെ എടുത്തിട്ട് കഴിഞ്ഞാൽ കാര്യം. മറ്റേതാകുമ്പോൾ അതിന് ഞൊറി ഉണ്ടാക്കി പിന്നിലേക്ക് ഒരു വാല് വേണം, പിന്നെ ഒരു തല വേണം, അങ്ങനെ കുറെ അങ്ങനെയുള്ളവരെ കാണാല്ലേ. അപ്പോൾ ആ ഒരു രംഗം കൂടി ഓർമ്മ വന്നു, അത് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങൾ അയ്യട്ടാ, അതെ അങ്ങനെ പോയി എങ്ങനെയാണ് ശരിയാവുക? അതെ, എനിക്ക് തോന്നണതേ ഒരു TV കാണാൻ പോകുന്ന ഒരു രംഗം. അതെ, ഇപ്പോൾ ഇനിയിപ്പോൾ എന്തുണ്ടായോ, കറുത്ത മുത്തല്ലേ മുത്ത കാണാല്ലേ എന്ന് പറയണേ. അയ്യട്ടാ സാധനങ്ങൾ, ഇവരൊക്കെ കൂടിയിട്ട് മുത്ത ഇവിടെ വിളിപ്പിച്ച് വെച്ചിട്ടോ. നോക്കി, ഞാൻ 10ൽ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ സാധനങ്ങൾ. നിങ്ങൾക്ക് എന്നോടൊരു ഇഷ്ടമില്ല അല്ലേ? അയ്യട്ടാ ഇതെന്തെങ്ങനെയൊക്കെ പറയണേ. അപ്പോൾ ഒരു പരിപ്പ് വട, ഈശ്വരന്മാരെ ചോര തൂറിട്ട ഇങ്ങനെ പരിപ്പ് വടയൊന്നും ഇങ്ങനെ കഴിക്കാൻ പാടില്ല. മിളകൊക്കെ കഴിച്ചിഞ്ഞാൽ ചോര തൂറും. അയ്യട്ടാ സാധനങ്ങൾ, എന്താ ഇങ്ങനെയൊക്കെ പെരുമാറണേ? നോക്കി, ഞാൻ നിങ്ങളുടെ ഡോൾഫിയല്ലേ എന്തട്ടോ സാധനങ്ങൾ. അപ്പോൾ അത് ആ ക്യാരക്ടർ അവിടെ അവസാനം വരെ ആളത് കൊണ്ടുപോകണം. അതിലത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ്. ഇന്നും ആ പടം കാണുമ്പോൾ നമ്മളത് കണ്ടിരുന്നു പോകും. കാരണം അത് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു രീതി അത് അത്രയ്ക്കും വളരെ മനോഹരമായിട്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാനിപ്പോൾ ഒരു 6 അടി ഉയരുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ആ ഒരു ക്യാരക്ടറിനോട് യോജിച്ച് പോകുമ്പോൾ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വിചാരിക്കും, ഇപ്പോൾ മണി കണ്ണൊക്കെ മുകളിലേക്ക് ആക്കിയിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ അതൊരു മിമിക്രി ആയിട്ട് മാത്രമാണ് കണ്ടത്. അത്രയും എഫർട്ട് എടുത്തിട്ട് അയാൾ പറഞ്ഞപ്പോൾ താമര കൊണ്ട് പറയണ പോലെ ഇങ്ങനെ ഇതിപ്പോൾ നാശമായി പോയിട്ടില്ല, നാളെ കിട്ടിയതാണ്. നന്ദിനിക്കുട്ടിക്ക് മനസ്സിലാവില്ല ഞാനുള്ള പറയുന്നത്, അല്ല അവരെല്ലാം ചെയ്തെന്നറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് മണിയിലൊക്കെ ഒരുവിധം പടങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതായത് അയാൾ ശരിക്കും അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി ഒന്നുമില്ലായ്മയിൽ നിന്നിപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ ഇങ്ങനൊരു നായ കടിച്ചിട്ട് ഇതാവുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് നമ്മളെ അതുപോലത്തെ ഒരാളെ കണ്ടിട്ടല്ല അത് ചെയ്യണേ. അതുപോലത്തെ അത് നമ്മൾ ഒരു പറഞ്ഞു തരുന്ന, പണ്ടുള്ളവർ പറഞ്ഞു തരുന്ന ഇങ്ങനെ ഒരു പേയ ഇളകുന്നു, അത് ആ മരണം വലിയൊരു സംഭവമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ദിലീപിലേക്ക് വരികയാണ്. ദിലീപ് നമ്മൾക്ക് എന്തെന്ന് പറയാ, മറ്റൊരു ശബ്ദം സോളമൻ, അതായത് ആ ഒരു എന്തെന്ന് പറയാ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, അങ്ങനൊരു സിനിമ എന്തുണ്ട്, അതോ വേറൊരു സിനിമയാണ്? അതല്ല, വേറൊരു സിനിമയാണ്. എനിക്കത് അത്ര ക്ലിയർ ആയില്ല. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതിൽ മൂക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ആള്, അത്രയേ ഉള്ളൂ, ഞാൻ ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ. അല്ലേ, മിനാവേ മിനാവേ, അല്ലേ അങ്ങനെ അങ്ങനെയുള്ള ഒരാള് ഒരു കുട്ടിയെ സ്നേഹിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പിന്നെ CID മൂസ, അങ്ങനെ എടുത്തു പറയത്തക്ക ഒരുപാട് ചിത്രങ്ങൾ എണ്ണപ്പെട്ടതായിട്ടുണ്ട്. മീശമാധവൻ, എല്ലാ ഹിറ്റ് എന്തെന്ന് പറയാ, മമ്മൂക്ക, മോഹൻലാൽ, ഇവരൊക്കെ അല്ലെങ്കിൽ മലയാള സിനിമ വരെ ബാക്കിലേക്ക് പോയ സമയത്ത് ആ മലയാള സിനിമേനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു നടനും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നടനാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെന്ന് പറഞ്ഞ പോലെ, ഈ നടിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ എനിക്ക് മോഹൻലാലിനെ ഇഷ്ടം, മമ്മൂട്ടിനെ ഇഷ്ടം, സുരേഷ് ഗോപിനെ ഇഷ്ടം, ദിലീപിനെ ഇഷ്ടം, എല്ലാവരും ഇഷ്ടമെന്ന് പറയാം. അപ്പോൾ എല്ലാവരും കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ.